ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗെയിം ടെക് വെയിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. പിന്നെ ഗായ്സ്, നമുക്കിപ്പം 16 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നവരോടും നേരത്തെ ഉള്ളവരോടും ഒക്കെ വളരെ നല്ല നന്ദിയുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്കും വലിയൊരു യൂട്യൂബറൊക്കെ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗായ്സ്, എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കും. അയ്യോ, വെള്ളത്തിൽ വീണ് എല്ലാവന്മാർ വന്ന് എന്നെ ഇപ്പോൾ കൊല്ലും. ഓടിക്കോ, അവന്മാർ കൊല്ലാൻ വരുന്നുണ്ട്. ലൈഫ് കുറഞ്ഞ് ഫുഡ് ഫുള്ള തിണ്ടി അവനൊക്കെ തല്ലിക്കൊല്ലട്ടെ. പിന്നെ ആയിത്താണ്ട് നമ്മുടെ മെറ്റേ വേൾഡ് പോയി. നമ്മുടെ മെറ്റേ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. അതാണ് ഞാൻ ഇത്ര നാൾ വീഡിയോ ചെയ്യുന്നത്. അത് പോയപ്പം ഒരു വിഷമമായി. പിന്നെ ഗെയിം കളിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരിതായിപ്പോയി. പിന്നെ നമുക്ക് പിന്നെ സ്പോണായി കിട്ടിയൊരു ഫ്ലവർ ഫോറസ്റ്റാണ് കിട്ടിയത്. അന്നേരം അടിപൊളി ഒരു സ്ഥലമാണ് ഇതേണ്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ട്. എൻ്റെ വീട്ടിലൊരു മല എല്ലാം ഉണ്ട്. ഞാനിവിടെ വന്ന് ഓഫ് ക്യാമറ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ. കുറച്ച് ഒരു കുഴി പിടിച്ച് കയറി ഇരുന്നിട്ടുണ്ട്, ഡോറൊക്കെ വെച്ച് ഉണ്ട്. അവിടെയാണ് എവിടെയും കണ്ടായിരുന്നു. അയ്യോ, എവിടെയായിരുന്നു? പുല്ല് മറന്നുപോയി. കിട്ടി. ഇവിടെ അതുകൊണ്ട് കാണുന്നതാണ്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ നമുക്ക് വെട്ടി. പ്രത്യേകിച്ചൊന്നും വലിയ പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഒന്ന് ചെയ്യാനൊന്നും വലുതായിട്ടൊന്നും ഇല്ല. നമുക്ക് കുറച്ച് എന്തായാലും ആട്ടും കൂടെയൊക്കെ ഉണ്ടാക്കളയാം. പിന്നെ നമ്മുടെ മെറ്റേ വേൾഡ് അങ്ങ് പോയതിൻ്റെ വിഷമത്തിലാണ് ഇത്ര നാളെന്ന് വെച്ചാൽ ഞാൻ ഓരോ ആഴ്ചയിലും വീഡിയോ ഇട്ടിരുന്നേ, പിന്നെ ഇടാതിരുന്ന ആ കാര്യം കൊണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഗായ്സ്, ഈ സ്ഥലം കണ്ടോ? ഇവിടുന്ന് കുറേ കോളും കുറേ അയണും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പുറം തന്നെ ഒരു കേവ് ഉണ്ട്. ആ കേവിലൊന്നും ഞാൻ കയറിയില്ല. കേവിൽ കയറാൻ ഒരു പേടി. അവിടെ നിറച്ച് സോംബീസ്. ഇപ്പം ഇവിടെ ഈ അടുത്ത് പരിസരത്ത് എവിടെയെങ്കിലും വന്നാൽ അന്നേരം സ്കെൽട്ടൻ്റെയും സോംബിയുടെയൊക്കെ സൗണ്ട് കേൾക്കാം. ഇവിടെ ഒരു കേവായിരുന്നു. ഒരു സൗണ്ട് കേട്ടില്ലേ? അത് കേവിൻ്റെ. അതുകൊണ്ടുണ്ട്. അതാന്ന് തോന്നുന്നു. അതാണ്ട ഗൈസ്, പണി കിട്ടി. ഓടിക്കോ, ഇതെന്താ ഓടാത്തത്? പുല്ല്. ഇപ്പം പണി കിട്ടിയാനെ. നമുക്ക് കുറച്ച് അയണുണ്ട്, അത് വെച്ച് ആർമർ സെറ്റ് ചെയ്യാം. എവിടെയായിരുന്നു നമ്മുടെ വീട്? എവിടെയായിരുന്നു? വീടല്ല, നമ്മുടെ ഗുഹ. ഇവിടാണ് ഗുഹ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട. അവിടെ ആരണ്ടൊക്കെ വന്ന് ചിലക്കുന്നതാണ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നമുക്ക് എവിടെയും കണ്ടാണ്. പണി കിട്ടി. നമ്മുടെ ഗുഹ കാണുന്നില്ല ഗൈസ്. അഥവാ ഞാൻ ഇനി അത് കണ്ടോ? അതുകൊണ്ട് നമ്മൾ അതും കഴിഞ്ഞെങ്കിൽ വന്ന്. ഇപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യം കുറച്ച് തടിയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് തടിയാണ്ടേ. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇപ്പോഴത്തെ ബെഡ്റൂം. ഇത് നമ്മുടെ സീക്രട്ട് ചെസ്റ്റ്. കണ്ട, സീക്രട്ട് ചെസ്റ്റ്. ഇത് നമ്മുടെ ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ. പിന്നെ ചെസ്റ്റ് എവിടെ? 24 അയൺ അവിടെ നിന്ന് കിട്ടിയത്. നമുക്കിത് വെച്ച് നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ അയൺ ആർമർ അങ്ങ് സെറ്റ് ചെയ്യാം. മൊത്തം അയൺ ആർമർ സെറ്റ് ചെയ്യാനുള്ളത് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു സോഡ് ഉണ്ടാക്കാം. സ്റ്റിക്കുണ്ട്. നമുക്ക് ഒരു സോഡ് കിട്ടി. ഇനി നമുക്ക് ആർമർ സെറ്റ് ചെയ്യാനുള്ളത് ഒരു ചെസ്റ്റ് പ്ലേറ്റ്. ഇനി എത്ര? 6 എണ്ണേ ഉള്ളു. 1 2 3 4 5 6 7 എണ്ണം. 3 4 5 6 7. മെസ്സേജൊക്കെ വരുന്നു. ഒരു ലെഗിൻസ് വരികട്ടെ. ഇനി അയണുണ്ടോ? ഞാനില്ല. ഇനി 7 അയണും കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും അത് വെച്ചൊരു ഹെൽമെറ്റും കൂടെ ഉണ്ടാക്കാം. കുറച്ചൊക്കെ സെറ്റാണ്. നമുക്ക് ഇനി ഇതിടാം. ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇതെന്താ ലെഗിൻസിൻ്റെ
എടുത്ത് ബൂട്ടിനകത്തിടാൻ നോക്കി. ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, ബാക്കി കുറച്ചൊക്കെ സെറ്റായി. ഇനി 2 അയണും കൂടെ ഉള്ളു. അയണ് വിട്ടിരിക്കട്ടെ. നമ്മുടെ പഴയ സോഡ് വിട്ടിരിക്കട്ടെ. പിന്നെ നമുക്ക് എന്തുവായിരുന്നു, നമ്മുടെ തടി എടുക്കട്ടെ. നമുക്ക് പശുവിനെ കൊണ്ടുവരണം. മെസ്സേജൊക്കെ വരുന്നു, ഇതിടാൻ മറന്നുപോയി. എന്തായാലും ഇന്നിങ്ങനെ പോട്ടെ. ഇനി എനിക്ക് പോയി ചേഞ്ച് ചെയ്തിട്ട് നൈറ്റായി, ഞാനത് ഓർത്തില്ല. ഫുഡ് കഴിച്ചിട്ട് കത്തിച്ചാക് പണ്ടാരങ്ങളെ. സൗണ്ട് കേൾക്കുന്നുണ്ട് കത്തിച്ചാകുന്നേ. തല്ലിക്കൊല്ലണോ? വേണ്ട. നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. നമുക്ക് ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് മൃഗങ്ങളെല്ലാം പിടിച്ച് കൂട്ടിയിടേണ്ടി വരും. പ്ലാങ്ക്സ് വേണം. മൊത്തം പ്ലാങ്ക്സ് ആക്കാം. വെറുതെ തടി വെച്ചിട്ട് ഒരു സ്റ്റാക്ക്. ഇനി കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. കുറച്ച് സ്റ്റിക്ക് അധികം ഇരിക്കട്ടെ. എത്ര സ്റ്റിക്കായി? 49 മതി. ഇനി നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. ഫെൻസിൻ്റെ 6 ഇരിക്കട്ടെ. 12, 20 എണ്ണം ഇരിക്കട്ടെ. 20 അല്ല, 20 കൂടുതൽ വേണം. 30 എണ്ണം. ഇനി 1, 2, 3 ഡോറുമായി. പെയ്യ ഇറങ്ങിച്ചല്ല. പട്ടിയായി. എൻ്റെ എല്ലില്ല. ഇതിനെ പിടിച്ചിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. എല്ലൊന്നും ഇല്ല. സ്കെൽട്ടൺ ഉണ്ടായിരുന്നു, തല്ലിക്കൊല്ലായിരുന്നു. പട്ടിക്കുട്ട ഇറച്ചി വേണോടാ. ഇറച്ചി എടുത്ത ടൈമാവോ? ഇല്ല. നമുക്കൊരു ഷവല് വേണം ഇവിടെ ഒന്ന് വൃത്തിയാക്കാണ്ട്. നമുക്ക് ഇവനെ ഇവിടെ പൂട്ടിയിട്ടാലോ? ഡീസ്പോണായി പോകും തോന്നുന്നു. അവൻ ഓടിക്കളഞ്ഞു. ഇതിനൊക്കെ എവിടെയെങ്കിലും പൂട്ടിയിടാം. ഇപ്പം നിൽക്കുന്നേ അതങ്ങ് പൊട്ടിക്കാം. നിൽക്കുന്നേ എവിടാ? അവിടെ പൊട്ടിക്കാൻ പറ്റില്ല. എല്ലില്ലാതായി. അവിടെ കട. നമുക്ക് ഇവിടെ അങ്ങ് അടയ്ക്കാം. ഇവിടെ ഇത് മെനക്കേടാ. സ്വിച്ച് മാറിപ്പോകുന്ന ഇടയ്ക്ക്. ഒരു ലൈറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇരിക്കട്ടെ. നമുക്ക് സ്കെൽറ്റനെ തല്ലിക്കൊന്ന് എല്ല് കിട്ടുമ്പോൾ ടോർച്ച്. ഇതെന്താ ഇരിക്കാത്തത്? ഇത് നമ്മളങ്ങോട്ട് വീഴാതിരിക്കാൻ. അവിടെ കട. നമുക്കൊരു ഷവല് വേണം. നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കാൻ കല്ലില്ല. കല്ല് ഇതിനകത്ത് കല്ലുണ്ടോ? ഇതിനകത്തും കല്ലില്ല. അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇവിടുന്ന് പൊട്ടിക്കാം. ഇത്രയും മതി. നമുക്ക് ഉണ്ടാക്കാം. ഷവലെവിടെ? ഇത് കുറച്ച് നാൾ കളിക്കാതിരുന്നുകൊണ്ട് വല്ലാത്തൊരു പണിയായിപ്പോയി. ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റിലേക്ക് കയറിയിട്ട് കുറച്ച് നാളായി. പിന്നെ ഇടയ്ക്കെങ്ങാണ്ട് വന്ന് ചെയ്തതാണ് ഇതൊക്കെ. ഇപ്പോൾ GTA സാൻ ആൻഡ്രിയാസ് കളിക്കുന്നതുകൊണ്ട് മൈൻക്രാഫ്റ്റിലോട്ടൊന്നും അധികം. ഞാൻ എന്തോ ഉണ്ടാക്കിയത്. മണ്ടൻ. മാറിപ്പോയി ഗൈസ്. ഷവലുണ്ടാക്കാൻ നോക്കിയിട്ട് ഷവൽ നമുക്ക് ഇവിടെ വൃത്തിയാക്കാം.
ഗായ്സ് നമ്മൾ ഇത് കൂടെല്ലാം പണിഞ്ഞ് തീർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പശുവിനെ കൊണ്ടുവരണമെങ്കിൽ അയ്യോ ഒരു പണി കിട്ടിയല്ലോ, ഇവിടെ ഡോർ വെച്ചില്ല. മാറിപ്പോയി ഡോറ് പൊട്ടിച്ചെടുക്കട്ടെ പെട്ടെന്ന്. നമുക്കിതിനകത്ത് പശുവിനെ കൊണ്ടുവരണ വീറ്റ് വേണം. ഞാനവിടെ കുറേ സീഡ് നട്ടിപ്പുണ്ട്, അത് വളർന്നില്ല, അത് വളരണം ഇനി. അത് വളർന്ന് വന്നായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, അത് വളരുന്നില്ല. ബോൺ ഉണ്ടായിരുന്നെങ്കിൽ ബോൺ മീൽ ചെയ്യായിരുന്നു. എവിടെ ഇവിടെ അത് വളരുന്നില്ല. പക്ഷേ ഭയങ്കര താമസമായി വീറ്റിന്. അപ്പോൾ ഗായ്സ് എന്തായാലും വീറ്റ് വളരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. കുറച്ച് ടൈം എടുക്കും വീറ്റ് വളരാൻ. നമുക്കിനി പശുവിനെയൊക്കെ കൊണ്ടുവരേണ്ടത്, അതുകൊണ്ട് വീറ്റ് വേണം. അപ്പോൾ ഗായ്സ് എന്തായാലും ഞാൻ വീറ്റ് വളർന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും വീറ്റ് വളർന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ് അങ്ങനെ ഒരു വീറ്റ് വളർന്നു ഇത്. കിട്ടി. ഞങ്ങൾക്ക് പശുവിനെ വിളിച്ചുകൊണ്ട് പോവാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീറ്റ് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. എന്താ ഇവിടെ വീറ്റ് കിട്ടിയപ്പോൾ ഒറ്റ പശുവിനെ കാണുന്നില്ല. ഇതിന് മുമ്പ് വരെ ഇവിടെ നിന്ന് നിൽക്കുന്നു. ബാബാ മുനുസേ കമോൺ, ഇവിടെ കമോൺ. പശു broken dreams in my pocket, golden thing round my neck like a locket, carve your name in my mind cause you caught it. പശുവിൻ്റെ സൗണ്ട് ഇവിടെ ആയിട്ടായി കേൾക്കുന്നു. പന്നിയായിരുന്നു. രണ്ട് ഷീപ്പ്. ബാ കമോൺ ഗായ്സ്. തോണ്ടേ അവിടെ കാണുന്നുണ്ടോ ബാമ്പു നിൽക്കുന്നു, ബാമ്പു. അങ്ങനെ നമുക്ക് ബാമ്പുവും കിട്ടി. നമുക്ക് പോയി ബാമ്പു എടുക്കാം. ഷീപ്പ് വാ, നമുക്ക് പോയി ബാമ്പു എടുക്കണം. സാധാരണ ബാമ്പു ഒക്കെ എടുക്കണം ജംഗിളിൽ പോകണം. ഇവിടെ ഇനി ബാമ്പു തന്നെയാണോ അത് നോക്കണം പോയി. ഇതേതാ സ്ഥലം? ഇങ്ങോട്ടാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങോട്ട് വന്ന് ഡോറ് തുറന്ന് അകത്ത് കയറുക. പെട്ടെന്ന്. അയ്യോ ഗായ്സ്, ഭാഗ്യം. മണ്ടം ഷീപ്പായതുകൊണ്ട് അടങ്ങി നിന്നവിടെ. ദിവസം ഉച്ചയായതേ നമുക്ക് പോയി ബാമ്പു എടുക്കാൻ പറ്റുമോ നോക്കാം. ബാമ്പു ആണ് ഗൈസ്, അത് ബാമ്പു. ജംഗിള് ഗൈസ്, നമ്മൾ അടുത്ത് തന്നെ ജംഗിളുണ്ട് കേട്ടോ. അതാണ്ട് കൊള്ളാം പായൊക്കെ. അവിടെ ഫ്രൂട്ട്സ് പായം, ഇവിടെ ജംഗിള്, ഇവിടെ ഫ്ലവർ ഫോറസ്റ്റ്, ഡെസേർട്ടും ഇവിടെ അടുത്ത് വേണമായിരുന്നു. അതുകൊണ്ട ഗൈസ് പാണ്ടക്കുഞ്ഞ് വാ. പിന്നെ മറ്റേ കോഴിയെ പിടിക്കുന്ന സാധനം നിൽക്കുന്നു ഇവിടെ. നമുക്ക് ജംഗിള് കിട്ടി. ആവശ്യത്തിന് ബാമ്പു നമുക്ക് ഇത് കൊണ്ട് നട്ട് വളർത്താം. നമുക്കിനി ഇതുകൊണ്ട് ഈ നട്ട് വളർത്താം. ഒരു പശുവിനെ കിട്ടിയാൽ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യായിരുന്നു. ഞാൻ വലുതായിട്ടൊന്നും വിചാരിച്ചല്ല വന്നത്. പിന്നെ ഇത്ര നാൾ ഒരാഴ്ച 2 ആഴ്ചയുടെ കണ്ട് ഗ്യാപ്പ് വീണ്. അന്നേരം ചുമ്മാ ഒന്ന് കയറി നോക്കി, ഇതൊന്ന് നിങ്ങളെ കാണിക്കാനും കൂടെ, പുതിയ വേൾഡ് പോയതൊക്കെ ഒന്ന് കാണിക്കാൻ കൂടെ കയറിയതാണ്. ബാമ്പു കൊണ്ട് നടട്ടെ. ബാമ്പു എന്തേ? ബാമ്പു ഇവിടെ നട്ട് വെക്കാം.
ഇവിടെയൊക്കെ നട്ടങ്ങ് വെച്ചേക്കാം. അപ്പോൾ ഗായ്സ്, എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാലും നമുക്കും വലിയൊരു യൂട്യൂബർ ആകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളെന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗായ്സ്, നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ കുറേ സമയമായി. എന്തായാലും നമുക്ക് വലിയ കണ്ടൻറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്കിനി അടുത്ത എപ്പിസോഡ്. പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ നന്ദി.